കുറഞ്ഞ ചിലവിൽ ദ്വീപ് യാത്ര. ഇത് കണ്ട് ആരും ഞെട്ടണ്ട, ഇത് ലക്ഷദ്വീപല്ല കേട്ടോ, പക്ഷേ ഒരു ദ്വീപാണ്. ഈ ദ്വീപുള്ളത് മംഗലാപുരത്ത് ഇതിനടുത്ത് ഉടുപ്പി എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഉടുപ്പിയിൽ നിന്ന് കുറച്ചുകൂടെ പോകണം, മാൽപ്പേ എന്ന് പറഞ്ഞൊരു ബീച്ചുണ്ട്. നമ്മളിപ്പോൾ ഈശ്വർ മാൽപ്പയുടെ പേരൊക്കെ കേട്ടിട്ടുണ്ടാവും ഈ അർജുൻ്റെ വിഷയത്തിൽ. അപ്പോൾ ആ മാൽപ്പേ ഉടുപ്പിയിൽ നിന്ന് കുറച്ച് ദൂരമുള്ളൂ മാൽപ്പേ ബീച്ചിലേക്ക്. ആ ബീച്ച് നല്ല ആക്ടിവിറ്റീസൊക്കെ നടക്കുന്ന, ഒരുപാട് ബീച്ച് ഗെയിംസൊക്കെ ഉള്ള ഒരു ബീച്ചാണ്. ആ ബീച്ചിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ, ബോട്ടുണ്ട്, ഡെയിലി ബോട്ട് സർവീസ് ഉണ്ട്. ബോട്ടിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു ദ്വീപിലേക്ക് നമുക്ക് എത്താം. ചുറ്റും കടലാണ്, കടലിന് നടുക്ക് ആൾതാമസമൊന്നും ഇല്ലാത്ത ഒരു ദ്വീപ്, മനോഹരമായ ദ്വീപ്. നല്ല ക്രിസ്റ്റലായിട്ടുള്ള നല്ല തെളിഞ്ഞ വെള്ളവും നല്ല പാറക്കൂട്ടങ്ങളും. ഒരുപാട് ആൾക്കാർക്ക് വന്നിങ്ങനെ നിൽക്കാം കേട്ടോ, നല്ല ഭംഗിയാണ് കാണാൻ. നമുക്ക് വരുന്ന ബോട്ടിൽ തന്നെ തിരിച്ചു പോകണം നിർബന്ധമൊന്നുമില്ല, ഒരുപാട് സമയം നമുക്ക് അവിടെ കിട്ടും. നമുക്ക് കഴിക്കാനും കുടിക്കാനും ഉള്ള സാധനങ്ങളൊക്കെ നമുക്ക് കയ്യിൽ കൊണ്ടുപോകേണ്ടി വരും, അവിടെ ഒന്നും വാങ്ങാനൊന്നും കിട്ടില്ല. പ്ലാസ്റ്റിക് നിരോധന മേഖലയാണ്. അതുകൊണ്ട് നമ്മൾ ബോട്ടിലൊക്കെ കൊണ്ടുപോകുകയാണെങ്കിൽ ആ ബോട്ടിൽ തിരിച്ച് അതേപോലെ തന്നെ തിരിച്ച് കൊണ്ടുവരും വേണം. അതിനവിടെ ചെക്ക് ചെയ്യാനൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട്. എന്തായാലും നല്ല മനോഹരമായൊരു ഐലൻഡാണ് ഈ സെൻറ്റ് മേരീസ് ഐലൻഡ്. മാൽപ്പേ ബീച്ചിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് വേണം. ഈ ഐലൻഡിൻ്റെ പേര് സെൻറ്റ് മേരീസ് ഐലൻഡ് എന്നാണ്. നല്ലൊരു ബീച്ചാണ്. ഈ മൂകാംബിക പോകുന്ന വഴിക്ക്, അല്ലെങ്കിൽ മംഗലാപുരം, ഉടുപ്പി ആ ഏരിയയിലൊക്കെ പോകുന്ന വഴിക്ക്, ഗോവ പോകുന്ന വഴിക്ക് ഒക്കെ നമുക്ക് ഈ ബീച്ചിലേക്ക് നമുക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റും. അടുത്ത റെയിൽവേ സ്റ്റേഷൻ ഉടുപ്പിയാണ്. ബസ്സിന് പോവുകയാണെങ്കിലും മംഗലാപുരത്ത് ഇറങ്ങിയിട്ട് അവിടുന്ന് ബസ്സിന് പോയാലും നമുക്ക് ഇവിടെ പോയിട്ട് ഉടുപ്പി പോയിട്ട് മാൽപ്പയിലേക്ക് എത്തി അവിടുന്ന് പോയി വരാവുന്നതേ ഉള്ളൂ. കുറഞ്ഞ ചിലവിൽ, വേറെ ഫോർമാലിറ്റീസുകളൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് പോയി വരാവുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബീച്ചാണ്, അല്ല ഒരു ഐലൻഡാണ് നമ്മുടെ ഇത് സെൻറ്റ് മേരീസ് ഐലൻഡ്. അപ്പം ഉദയൻസ് വ്ളോഗിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി അറിയിക്കുന്നു. ഇനിയും തുടർന്നുള്ള വീഡിയോകൾ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.